ടെലഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം ഈ മാസം 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് നടപടി. വിനിത ബേജി വിവരങ്ങൾ ചേർന്നു. വിനിത, ഇതിനെ താൽക്കാലിക നിരോധനമെന്നാണോ നിയന്ത്രണമെന്നാണോ? നിയന്ത്രണം ഏത് രീതിയാണ് വിനിത? ഹാഷ്മി, ടെലിഗ്രാമിന് ചില താൽക്കാലിക നിയന്ത്രണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ചില ഈ ആക്സസുകളിലേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള, ഈ ആക്സസുകളിലേക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ചില നിയന്ത്രണങ്ങൾ ടെലിഗ്രാമിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, അത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ നീറ്റ് പുനഃപരീക്ഷ 21-നാണ്, ജൂൺ 21-നാണ് പുനഃപരീക്ഷ നടക്കുന്നത്. 22 വരെയാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ടെലിഗ്രാം വഴി ഈ വിദ്യാർത്ഥികളെ വഞ്ചിതരാക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാകുന്നു. ഇവർക്ക് ഈ വ്യാജ ചോദ്യപേപ്പറുകൾ വിൽക്കുന്ന സംഭവങ്ങളുണ്ട്. ഒപ്പം തന്നെ ചോദ്യപേപ്പറുകൾ ലീക്ക് ആകുന്നു എന്ന തരത്തിൽ ചില ടെലിഗ്രാം അക്കൗണ്ടുകളിലൂടെയൊക്കെയുള്ള വ്യാജ പ്രചരണം നടക്കുന്നുവെന്നൊക്കെയുള്ള NTA പരാതികളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു. ഈ ടെലിഗ്രാമിന്റെ തന്നെ 50ഓളം ടെലിഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കുകയും കഴിഞ്ഞ ദിവസം ഈ 50ഓളം ടെലിഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ ടെലിഗ്രാമിലേക്ക് ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ആശങ്ക ഒഴിവാക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് മന്ത്രാലയത്തിന്റെ ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കെല്ലാം ആദ്യഘട്ടത്തിൽ നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ഇത്തരത്തിലേക്ക് ചില ആരോപണങ്ങൾ ഈ ടെലിഗ്രാമിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഈ പുനഃപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ആ ചോദ്യപേപ്പറുകൾ പോലും ചോർന്നതായിട്ടുള്ള ചില വ്യാജ സന്ദേശങ്ങൾ ടെലിഗ്രാമിലൂടെ പുറത്തുവരികയുണ്ടായി. പിന്നീട് NTA തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലേക്കുള്ള സന്ദേശങ്ങൾ അത് വ്യാജമാണെന്നും ഇതിൽ വിദ്യാർത്ഥികൾ വഞ്ചിതരാകരുതെന്നും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ NTA ഈ വിവരം അറിയിക്കണമെന്നും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനെതിരെ അന്വേഷണവും നടന്നു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുനഃപരീക്ഷയ്ക്ക് മുൻപായി ടെലിഗ്രാമിൽ ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നിർദ്ദേശിച്ച ഈ നടപടിയെ സ്വാഗതം ചെയ്തിരിക്കുന്നുവെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ ടെലിഗ്രാം അക്കൗണ്ടുകളിലേക്കുള്ള ചില ആക്സസുകളിലുള്ള നിയന്ത്രണമാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാഷ്മി, വിനിത, ഇവിടെ ഈ പറയുന്ന നീറ്റ് റീ എക്സാമിനേഷൻ്റെയും ചോദ്യപേപ്പർ തരാം എന്ന് പറഞ്ഞ് ചിലർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ പറയുന്ന ടെലിഗ്രാം ചാനലുകളെ സമീപിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അത് ഫ്രോഡാണ് എന്ന മറ്റു ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നല്ലോ. അപ്പോൾ അതുകൂടി അത്തരത്തിലുള്ള ഫ്രോഡ് പണികൾ കൂടി ഈ നിയന്ത്രണത്തിലേക്ക് പോകാൻ കാരണമാകുന്നുണ്ടോ? ഉറപ്പായും ഹാഷ്മി, അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം നിയന്ത്രണങ്ങളിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തുന്നതായും ഒപ്പം തന്നെ ഈ വ്യാജ ചോദ്യപേപ്പർ അടക്കം ഇന്നലെ വിൽപ്പന നടത്തി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളടക്കം പിടിയിലായ ഒരു പശ്ചാത്തലമുണ്ട്. അത് സംസ്ഥാന വ്യാപകமாக ഈ സംഘങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില അന്വേഷണങ്ങൾ, അത് രാജ്യത്ത് എല്ലായിടത്തും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അത്തരം അന്വേഷണങ്ങൾ കൂടി പുരോഗമിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50ഓളം ടെലിഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ ഈ ജൂൺ 30 വരെ ഇന്ത്യയിൽ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ പ്രവർത്തനരഹിതമാക്കാനും മന്ത്രാലയം പ്ലാറ്റ്ഫോമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ സാഹചര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ആശങ്ക ഒഴിവാക്കുക, ഒപ്പം തന്നെ വ്യാജ പ്രചരണം, പരീക്ഷ ഈ കഴിയുന്നത് വരെ അവസാനിപ്പിക്കുക എന്ന ചില ഉദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിയന്ത്രണത്തിലേക്കടക്കം ടെലിഗ്രാം എത്തിയിരിക്കുന്നത്. അത് മന്ത്രാലയത്തിന്റെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് എടുത്തിരിക്കുന്നത്. ജൂൺ 30 വരെ ഇന്ത്യയിൽ മെസ്സേജിംഗ് എഡിറ്റിംഗ് ഫീച്ചർ പ്രവർത്തനരഹിതമാക്കാനും മന്ത്രാലയം പ്ലാറ്റ്ഫോമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില ആക്സസുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് പോലുള്ള, ഈ ടെലിഗ്രാം യൂസ് ചെയ്യുന്നത് പോലുള്ള ചില ആക്സസുകൾ നമുക്കിനി അത്ര പെട്ടെന്ന് ആ ആക്സസുകളിലേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാഷ്മി, അത് 22 വരെ ടെലിഗ്രാമൊക്കെ എത്രയധികം പേർ ഉപയോഗിക്കുന്നു അറിയില്ല. ഇപ്പം ദൈനംദിനം നമ്മൾ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്ക്. പക്ഷേ 22 വരെ രാജ്യത്ത് ടെലിഗ്രാം ഉപയോഗം നടക്കില്ല എന്നർത്ഥം അതിലില്ല. ചില താൽക്കാലിക ചില റീ എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ലാതാവുന്നത് പോലുള്ള നിയന്ത്രണങ്ങളേ ഉള്ളൂ. അങ്ങനെയാണോ വിനിത? അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായും ഒരു നിരോധനം അല്ല, പക്ഷെ അതേസമയം ഈ ടെലിഗ്രാമിലേക്കുള്ള ചില ആക്സസുകളിലേക്കുള്ള നിയന്ത്രണമാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ജൂൺ 30 വരെ ഈ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ പ്രവർത്തനരഹിതമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചില ടെലിഗ്രാം ആക്സസ് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില താൽക്കാലിക നിയന്ത്രണമാണ്. നമുക്ക് പൂർണ്ണമായും ആ ആപ്പ് ടെലിഗ്രാം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് നിലവിലുള്ള ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ
കഴിയുന്നത്. ആ ടെലിഗ്രാം ഉപയോഗിക്കാം എങ്കിൽ പോലും ചില ആക്സസുകൾ നമുക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലുള്ള റെസ്ട്രിക്ഷനുകൾ, നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനമായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ ചോദ്യപേപ്പറുകൾ വിൽപ്പന, ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള തട്ടിപ്പ് സംഘങ്ങൾ ടെലിഗ്രാമിലൂടെ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ തന്നെ കബളിപ്പിക്കുന്ന സംഭവങ്ങൾ. അത് നിരന്തരം എല്ലാ ദിവസവും നമ്മൾ തന്നെ അത്തരം ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കേസെടുത്ത് വിവിധ സംഘങ്ങളെ അടക്കം പോലീസ് പിടികൂടിയും ഒക്കെ വരുന്നൊരു പശ്ചാത്തലമുണ്ട്. NDA തന്നെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ നൽകിയിട്ടുമുണ്ടായിരുന്നു. ഇത്തരത്തിലേക്കുള്ള വ്യാജ ഈ ടെലിഗ്രാം അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ടെലിഗ്രാമിലൂടെ സന്ദേശം അയക്കുന്നവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ അത് NDA അറിയിക്കണമെന്നും അതിനായി പ്രത്യേക വെബ്സൈറ്റ് അടക്കം തുറന്നിട്ടുണ്ട് എന്നും ഒക്കെ ഇന്ന് NDA ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടെലിഗ്രാമിൽ ഇത്തരത്തിലേക്കുള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെലിഗ്രാമിന്റെ ചില ആക്സസുകളിലേക്കുള്ള നിയന്ത്രണം അത് ഈ മാസം 22 വരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 21-ന് പുനഃപരീക്ഷയാണ്. അതിനുശേഷം 22 വരെയാണ് ഇത്തരത്തിലേക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 30 വരെ ഈ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ പ്രവർത്തനരഹിതമാക്കാനും മന്ത്രാലയം പ്ലാറ്റ്ഫോമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ കൂടി ഒഴിവാക്കുക എന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും NDA ഈ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, സമാനമായ കേസിൽ രാജസ്ഥാനിൽ നിന്നും 2 കുട്ടികൾ അല്ലെങ്കിൽ 2 യുവാക്കൾ അറസ്റ്റിലായിരുന്നു. അവരും ഈ പറയുന്ന പോലെ റീനീറ്റിനുള്ള അല്ലെങ്കിൽ നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള പരീക്ഷാ പേപ്പർ ഉണ്ട് എന്ന് പറയുന്നതാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെ സമീപിക്കുന്നത്. അപ്പോൾ അത് പണം കൊടുത്തു വാങ്ങാൻ ആളുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി എന്ത് പഠിക്കാനാണെന്ന് അവരറിയില്ല. വിരുദ്ധ ഇവിടെ പേപ്പർ ലീക്ക്ഡ് നീറ്റ്, റീനീറ്റ് 2026, പ്രൈവറ്റ് മാഫിയ തുടങ്ങിയ പേരിൽ തന്നെ വളരെ പരസ്യമായി ആ പേരിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിലേക്ക് ആൾക്കാരെ ആഡ് ചെയ്യുകയും അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ തരാം എന്ന മറ്റുള്ള ആഹ്വാനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വളരെ വ്യാപകമാവുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായി ഈ കടയടയ്ക്കുക എന്നല്ല ഈ പ്ലാൻ. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ആദ്യഘട്ടത്തിൽ ഈ നീറ്റ് പുനഃപരീക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും 1450ഓളം വിദ്യാർത്ഥികൾ കത്ത് നൽകിയിരിക്കുന്നത് ഈ പരീക്ഷ ഇപ്പോൾ നടത്തുന്ന പുനഃപരീക്ഷ മാറ്റിവെക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ വീണ്ടും പഠിക്കണം, ഒപ്പം തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം അത് വളരെ വലുതാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഓരോ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന, ഓരോ പരീക്ഷയ്ക്കുമായി പ്രത്യേക ട്യൂഷനും കോച്ചിങ്ങും ഒക്കെ എടുക്കുന്ന വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളം ടെലിഗ്രാമിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിലേക്കുള്ള ഹെഡ്ലൈനോടുകൂടി ചില സന്ദേശങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ഈ പണമുണ്ട് എങ്കിൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ആ പണം കൊണ്ടുവരും, നിങ്ങൾക്ക് ചോദ്യപേപ്പർ തരാമെന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ടെലിഗ്രാമിലൂടെ വരുന്നു. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ പല വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം വലിയ തട്ടിപ്പുകൾക്ക് ഇരയായെന്ന് കൂടിയാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഈ പണം നൽകി ഈ പഴയ അല്ലെങ്കിൽ വ്യാജ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി, ഇതാണ് ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ, അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്ന തരത്തിലേക്കുള്ള ചില തട്ടിപ്പ് സംഘങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഈ ടെലിഗ്രാം അക്കൗണ്ടുകളിലൂടെ. ഇത്തരത്തിലേക്കുള്ള സന്ദേശങ്ങൾ അയച്ച 50ഓളം അക്കൗണ്ടുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടിയെടുക്കുകയും ആ അക്കൗണ്ടുകളടക്കം പൂട്ടിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അടക്കം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരീക്ഷ കഴിയുന്നത് വരെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുനഃപരീക്ഷ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം വരെ ഒരു നിയന്ത്രണമാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ടെലിഗ്രാമിന്റെ എല്ലാ ആക്സസുകളിലേക്കുമല്ല, ടെലിഗ്രാമിലേക്കുള്ള ചില ആക്സസുകളിലേക്കുള്ള ഒരു നിയന്ത്രണം അത് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും ഒരു നിരോധനം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റിലീസിൽ നിന്ന്, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, ഈ ജൂൺ 22 വരെ ഇന്ത്യയിൽ ടെലിഗ്രാം ആക്സസ് ചെയ്യുന്നതിന് ചില താൽക്കാലികമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജൂൺ 30 വരെ ഇന്ത്യയിൽ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ പ്രവർത്തനരഹിതമാക്കണമെന്നും മന്ത്രാലയം പ്ലാറ്റ്ഫോമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ ടെലിഗ്രാം വഴി വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതിൽ വിശ്വസിക്കുന്നത് കേന്ദ്ര ടെലിഗ്രാമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വ്യാജമാണ് എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം എന്താണ്, ഒരിക്കൽ ഈ പേപ്പർ ചോരുകയും പരീക്ഷ റദ്ദാക്കുകയും ചെയ്യേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ സാഹചര്യം, അങ്ങേയറ്റം ക്രെഡിബിലിറ്റി നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ലീക്ക് ആവുന്നത് വ്യാജമാണ് എന്ന് പറയേണ്ടി വരുന്നത് പോലൊരു ഗതികേടാണ്. പക്ഷേ അത് അങ്ങനെ വ്യാജമാണ് എന്ന് പറയുന്ന ആ മെസ്സേജുകൾ ആൾക്കാർ വിശ്വസിച്ചു പോകും. കാരണം എന്താണ്, ഒരിക്കൽ ലീക്കായതാണ്. അതുകൊണ്ടാണ് ഇത് കൂടോടുകൂടി ടെലിഗ്രാമിനെ അങ്ങ് നിയന്ത്രിച്ചേക്കാം എന്നുള്ള തീരുമാനം. അത് ശരിയാവുന്നെങ്കിൽ നല്ല കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.